സാമൂഹ്യവിരുദ്ധരെ കൊണ്ട് ജീവിതം വഴിമുട്ടിയ ഓട്ടോ തൊഴിലാളിയും കുടുംബവും. രാജാക്കാട് കൊച്ചുമുല്ലക്കാനത്ത് ചൂഴിക്കരയിൽ രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഓട്ടോറിക്ഷയ്ക്ക് തീയിടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. SP-യും മുഖ്യമന്ത്രിയും അടക്കം രാജേഷ് ഇനി പരാതി നൽകാനും ഒരിടവും ബാക്കിയില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നീതി തേടി അലയുകയാണ് മുല്ലക്കാനത്തെ ചൂഴിക്കരയിൽ രാജേഷ് എന്ന ഓട്ടോ തൊഴിലാളി. കടം വാങ്ങിയും CC ഇട്ടും എടുത്ത 3 ഓട്ടോറിക്ഷകളാണ് സാമൂഹിക വിരുദ്ധർ ഒന്നിനു പുറകെ ഒന്നായി അഗ്നിക്കിരയാക്കിയത്. ഓരോ തവണയും പരാതി നൽകും. പോലീസ് അന്വേഷണം നടത്തും. എങ്ങും എത്താതെ അവസാനിപ്പിക്കും. ആദ്യ ഓട്ടോ കത്തിച്ചപ്പോൾ പോലീസ് നിർബന്ധിച്ച് പരാതി പിൻവലിപ്പിച്ചു. പിന്നീടും ആവർത്തിച്ചതോടെ ഇടുക്കി SP-ക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി. എന്നിട്ടും ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമറ്റ് ധരിച്ച കുട ചൂടിയെത്തിയയാൾ ഓട്ടോ തീയിട്ട് നശിപ്പിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും പോലീസ് കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് രാജേഷിന്റെ ആരോപണം. പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും പണത്തിന്റെ സ്വാധീനവും ഉള്ളതായി സംശയിക്കുന്നുവെന്നും രാജേഷ് പറയുന്നു. ആദ്യം ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല രീതിക്ക് അന്വേഷണം മുമ്പോട്ട് പോയാണ്. പിന്നെ ഏതോ ഞാൻ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന ആളുകളിൽ നിന്ന് രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ കൈപ്പറ്റിക്കൊണ്ട് അവർ അന്വേഷണം അട്ടിമറിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ അന്വേഷണം എങ്ങും എത്തുന്നില്ലാത്തൊരവസ്ഥയിലേക്കാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. ഞാൻ ഈ ഓട്ടോറിക്ഷ പിടിച്ചിട്ടുണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും എനിക്കുമൊക്കെ മരുന്ന് മേടിക്കാനും ഒക്കെയുള്ള സാമ്പത്തികം പോലും ഇല്ലാത്ത വളരെ കഷ്ടപ്പാടിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനം തിരിച്ചു കിട്ടുന്നതിനായി സ്റ്റേഷനെ സമീപിച്ചപ്പോൾ അതുപോലും തിരിച്ചു തരുന്ന മുടക്കുള്ള ഒരു നടപടി പോലും സ്റ്റേഷനിൽ നിന്ന് കൈക്കൊണ്ടിട്ടില്ല. എന്നെ വളരെയധികം ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. എത്രയും വേഗം ഈ പ്രതിയെ കണ്ടെത്തി എനിക്ക് ഉചിതമായ സഹായം നൽകണമെന്നാണ് എൻ്റെ ആവശ്യം. ഹെൽമറ്റ് ധരിച്ചെത്തിയാൾ തിരിച്ചുപോയെന്ന് കരുതുന്ന ബൈക്കിനെ സംബന്ധിച്ചും സൂചനകൾ ഉണ്ടെന്നാണ് രാജേഷ് പറയുന്നത്. പക്ഷേ സമീപത്തുള്ള CCTVകൾ പരിശോധിക്കുന്നതിനോ വാഹനം കണ്ടെത്തുന്നതിനോ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്നിട്ടും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്ന് രാജാക്കാട് പോലീസ് SP-ക്ക് റിപ്പോർട്ട് നൽകി. ഏക വരുമാനം നിലച്ചതോടെ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ദുരിതത്തിലാണ് രാജേഷും കുടുംബവും. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ആളുകളെ പോലും ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാജേഷ്.